കൈവിട്ട കളിയാണോ എന്ന് ചോദിക്കുമ്പോൾ കൈവിട്ട കളി തന്നെയാണ്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഇത്തരം ദൃശ്യങ്ങൾ താൻ ആക്രമിക്കപ്പെടും, തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഗവർണർ ആവർത്തിച്ച് പറഞ്ഞത്. ഈ SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി വന്ന് തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ കാറിൽ നിന്ന് ഇറങ്ങി നടത്തിയ പ്രതികരണം, അദ്ദേഹം പറയുന്നത് കാറിൽ നിന്ന് ഇറങ്ങാതെ പോലീസ് നടപടി എടുക്കുന്നില്ല. താൻ 2 തവണ കാറിൽ നിന്നിറങ്ങിയപ്പോഴാണ് FIR ഇട്ടത്. അതല്ലാതെയുള്ള പ്രതിഷേധങ്ങളിലൊന്നും ഈ SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. തെമ്മാടികൾ എന്ന് വിളിക്കുന്നു. തിരിച്ച് SFI പ്രവർത്തകരുടെ ബാനറുകളിലെ പ്രതിഷേധങ്ങളിലായാലും തിരിച്ച് മുദ്രാവാക്യങ്ങളിലായാലും അമാന്യത കൈവിട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളുണ്ട്. ഇന്നിപ്പോൾ ആ പ്രവർത്തകരെ ആട്ടുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടത്. ഹട്ടോ ഹട്ടോ എന്ന് പറഞ്ഞ് ആട്ടുന്ന ഗവർണറെ കണ്ട ഒരു ഗവർണർ ചെയ്യേണ്ട രീതിയാണോ? ഗവർണറുടെ പ്രതികരണം ഈ രൂപത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് തന്നെ കാണാത്ത രീതിയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് പല ഗവർണർമാരും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി ആ സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്, ബംഗാളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും ആ രൂപത്തിൽ ഇടപെടുമ്പോൾ തൻ്റെ അധികാരത്തിലെ പരിധിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇടപെടുന്നതെന്ന് പറയുമ്പോഴും ഈ CRPF സുരക്ഷ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താൻ ആവശ്യപ്പെട്ടിട്ടല്ല വരുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കില്ല. പക്ഷേ ആവശ്യപ്പെടാതെ CRPF വരുമോ? ഇന്നത്തെ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ. അപ്പോൾ നേരത്തെ ഇത്തരം ഒരു പരാതി പോയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം കമ്മീഷണറെ വിളിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയോട് അറിയിച്ചു. അതെ, ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇടപെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നും ആലോചിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, കേരളത്തിലെ ജനങ്ങൾ തനിക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കേണ്ടി വരും എന്ന് ആ വാക്കിൽ പറഞ്ഞില്ലെങ്കിലും ആ രൂപത്തിലാണ്. ആരോഗ്യസ്ഥിതി പല രൂപത്തിലാണല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ശിവൻകുട്ടി ആ രൂപത്തിൽ നേരത്തെ പറഞ്ഞു ഷോ ആണെന്ന് പറയുന്നു. അതെ, ആദ്യത്തെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഇന്ന് രാവിലത്തെ ആദ്യത്തെ പ്രതികരണം ശിവൻകുട്ടിയുടെ, വിദ്യാഭ്യാസ മന്ത്രി നിലയ്ക്കാണ് ഞാൻ ശിവൻകുട്ടിയുടെ പ്രതികരണത്തെ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് മാനസിക നില വിട്ട് തകരാറിലായ ഒരാളുടെ പ്രകടനമാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അതൊന്ന് ഒതുക്കി പറഞ്ഞു, പൊതിഞ്ഞു പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് CRPF സുരക്ഷയുള്ളത്? അത് കുറേ RSS പ്രവർത്തകരുടെ പേരുകളാണ്. ആ പേരുകൾക്ക് പിന്നാലെ വരുന്ന RSS പ്രവർത്തകരാണോ ഗവർണർ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നു. രാഷ്ട്രീയമായി 2 ചേരികളിൽ നിൽക്കുമ്പോഴും ഗവർണർമാർ എടുക്കേണ്ട ഒരു മര്യാദ രീതി അത് കൈവിട്ടുകൊണ്ടാണ് നമ്മുടെ ഗവർണർ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അദ്ദേഹത്തിന് ഇനി കാലാവധി കഴിയാൻ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുവരെയും ഈ രൂപത്തിൽ തന്നെ പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ തരത്തിൽ BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, സഹമന്ത്രിമാരടക്കം തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണങ്ങൾ V മുരളീധരൻ അടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ പ്രത്യാരോപണമായി അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നുകൂടി അത് കൂട്ടാൻ സഹായിക്കുന്ന നടപടി എന്തായാലും ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇരട്ട നീതി നമുക്ക് 2ാം ഘട്ടത്തിൽ എടുക്കാമെന്ന് തോന്നുന്നു. Meet the editors.